Hello students, let's discuss thermodynamic functions and Maxwell's equations. This is a very important essay. This question is usually asked in previous exams. Study well. Thermodynamic functions and Maxwell's equations. ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായി നമ്മൾക്ക് വേണ്ടത് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. സച്ച് ആസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. ആൻഡ് there exists certain relation between these variables. അതായത് പ്രഷറും ടെമ്പറേച്ചറും വോളിയവും എല്ലാം കണക്ട് ചെയ്ത് നമ്മൾക്ക് കുറച്ച് റിലേഷൻസ് എഴുതാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ മാക്സ്വെൽസ് തെർമോഡൈനാമിക് ഫങ്ഷൻസ് അഥവാ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ 4 തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആണുള്ളത്. ഇന്റേണൽ എനർജി, ഹെലംഹോൾട്സ് ഫ്രീ എനർജി, എൻതാൽപ്പി ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. ആൻഡ് വി ക്യാൻ ഒബ്റ്റെയിൻ certain differential equations called Maxwell's equation using these functions. അതായത് ഈ തെർമോഡൈനാമിക് ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് തെർമോഡൈനാമിക് ഫങ്ഷൻസ് എന്നും എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നും ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമ്മൾക്കതിൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂസ് ചെയ്ത് നമ്മൾക്ക് എഴുതാൻ കഴിയുന്നതാണ് dq ഈക്വൽ ടു du പ്ലസ് dw. ആൻഡ് dw നമുക്ക് pdv എന്ന് എഴുതാം. സോ dq വിൽ ബി du പ്ലസ് pdv. ഓക്കെ. നൗ ദ സെക്കൻഡ് ലോ ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് dq ഈക്വൽ ടു tds. ഇതെങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ സെക്കൻഡ് ലോയിൽ കണ്ടതാണ് h2 മൈനസ് s1 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 dq ബൈ t. ഓക്കെ, അതിൽ നിന്ന് dq കണ്ടുപിടിക്കുമ്പോൾ വി ഗെറ്റ് dq ഈക്വൽ ടു s2 മൈനസ് s1 ഇൻറ്റു t എന്ന് കിട്ടും. ഈ s2 മൈനസ് s1 എന്ന് പറയുന്നത് ds ആണ്. സോ dq ഈക്വൽ ടു ds ഇൻറ്റു t. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, dq ഈക്വൽ ടു ds ഇൻറ്റു t. Substituting this result in the first law we get, അതായത് dqന് പകരം tds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ tds ഈക്വൽ ടു du പ്ലസ് pdv. അതിൽ നിന്ന് du കണ്ടുപിടിക്കാം. du ഈക്വൽ ടു tds മൈനസ് pdv. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 24. ഓക്കെ, which is the expression for the differential of the thermodynamic function internal energy. അതായത് ഇന്റേണൽ എനർജി ഒരു തെർമോഡൈനാമിക് ഫങ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇന്റേണൽ എനർജിയുടെ ഡിഫറൻഷ്യൽ ഫോമാണ് du ഈക്വൽ ടു tds മൈനസ് pdv. ദാറ്റ് ഈസ് ഇക്വേഷൻ 24. ഇക്വേഷൻ 24 നമ്മൾക്ക് പല സ്ഥലത്തും ആവശ്യമാണ്. സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, we have seen up to the equation 24. Now we are going to take the partial differentials of the thermodynamic potential U with respect to the variables V and S. So നമ്മളിനി ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ thermodynamic potential ആണ് U. So we are going to take the partial differential of the thermodynamic potential U with respect to entropy and volume. So first we are going to take with respect to volume, that is dou u by dou v at constant entropy. So ഇവിടെ ഇക്വേഷൻ 24ൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ds 0 ആകും. If the entropy is constant, then the change in entropy will be 0. So ds 0 ആകും. അതുകൊണ്ട് ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്ത് പോകും. സോ നമ്മൾക്ക് du എന്നുള്ളത് മൈനസ് pdv എന്ന് കിട്ടും. നമ്മൾക്ക് വേണ്ടത് dou u by dou v ആണ്. സോ ഇവിടെ dou u by
ഡോ വി എന്നുള്ളത് മൈനസ് പി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി വേണ്ടത് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓഫ് ദ പൊട്ടൻഷ്യൽ യു വിത്ത് റെസ്പെക്ട് ടു എസ്. സോ ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ഇക്വേഷൻ 24 നോക്കിയാൽ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ഡി വി ബിക്കംസ് 0. ഇഫ് ദ വോളിയം ഈസ് കോൺസ്റ്റൻറ്റ് ദ ചേഞ്ച് ഇൻ വോളിയം ഡി വി ബിക്കംസ് 0. സോ സെക്കൻഡ് ടേം ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇവിടെയുള്ളത് ഡി യു ഈക്വൽ ടു ടി ഡി എസ് എന്നാണ്. അവിടെ നമ്മൾക്ക് വേണ്ടത് ഡി യു ബൈ ഡി എസ് ആണ്. സോ ഇവിടെ നിന്ന് ഡി യു ബൈ ഡി എസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഡി എസ് നമ്മൾ എൽ എച്ച് എസിൽ കൊണ്ടുവരിക. സോ ഡി യു ബൈ ഡി എസ് ബിക്കം ടി. സോ വി ഗെറ്റ് ഇക്വേഷൻ 25. നെക്സ്റ്റ്, ആസ് ഡി യു is a perfect differential, we have dou by dou s of dou u by dou v at constant s equal to dou by dou v of dou u by dou s at constant v. That is equation 26. അതായത് പെർഫെക്റ്റ് ഡിഫറൻഷ്യലിൻ്റെ കണ്ടീഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ബ്രാക്കറ്റഡ് ടേംസിന് പകരം ഇക്വേഷൻ 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡോ ബൈ ഡോ എസ് നമ്മൾ അതുപോലെ എഴുതി. ഈ ബ്രാക്കറ്റിലുള്ള ടേം ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്സിന് പകരം നമുക്ക് മൈനസ് പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ഡോ ബൈ ഡോ എസ് ഓഫ് മൈനസ് പി ഈക്വൽ ടു ഡോ ബൈ ഡോ വി അതുപോലെ എഴുതി. ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി, ആ ടേമിന് പകരം ടെമ്പറേച്ചർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ഡോ ബൈ ഡോ വി ഓഫ് ടെമ്പറേച്ചർ. എൽ എച്ച് എസിലുള്ള നെഗറ്റീവാണ് നമ്മൾ ആർ എച്ച് എസിൽ എഴുതിയിരിക്കുന്നത്. സോ വി ഗെറ്റ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി ഈക്വൽ ടു മൈനസ് ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്. സോ ദിസ് ഈസ് മാക്സ്വെൽസ് ഫസ്റ്റ് differential equation. Now we are going to Maxwell's second thermodynamic equation. By using the first and second law of thermodynamics, we have du equal to Tds minus dW. നമ്മൾക്കറിയാം dq equal to du plus dW. അവിടെ dqന് പകരം Tds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്ത് ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് ഡി ഡബ്ല്യു എന്ന് എഴുതി. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ടി എസ് ബിക്കംസ് ടി ഇൻറ്റു ഡി എസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഡെറിവേറ്റീവ് ഓഫ് ടി എസിൽ നിന്ന് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ടി ഔട്ട്സൈഡ് എഴുതാം. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ടി എസ് ബിക്കം ടി ഇൻറ്റു ഡി എസ്. So we can replace t into ds with derivative of ts. So du equal to derivative of ts minus dw. Then we can take this derivative of ts into LHS. Therefore, derivative of u minus ts equal to minus dw. ഡെറിവേറ്റീവ് കോമൺ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. വി ഗെറ്റ് ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ് ഈക്വൽ ടു മൈനസ് ഡി ഡബ്ല്യു. ദിസ് ഫംഗ്ഷൻ യു മൈനസ് ടി എസ് ഇസ് കോൾഡ് ദി ഹെലംഹോൾട്സ് ഫംഗ്ഷൻ ഓർ ഹെലംഹോൾട്സ് ഫ്രീ എനർജി ഓഫ് ദി സിസ്റ്റം. സോ ഡി എഫ് ഈക്വൽ ടു മൈനസ് ഡി ഡബ്ല്യു. ദാറ്റ് ഈസ് ഇക്വേഷൻ 27. u minus ts-ന് പകരം f എന്ന് കൊടുക്കാം. So we get df equal to minus dw. From the equation 27, we can say that in a reversible isothermal process, the work done by the system is equal to the decrease in Helmholtz free energy. അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്നുള്ളത് ഹെലംഹോൾട്സ് ഫ്രീ എനർജിക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ നെഗറ്റീവ് സൈൻ ഷോസ് ദ ഡിക്രീസ് ഇൻ Helmholtz free energy. So that is equation 27. Now we are going to differentiate the equation 27. So equation 27 differentiate ചെയ്യാൻ പോവാണ്. So df equal to
എങ്ങനെ എഴുതാം? മൈനസ് ഡി ഡബ്ല്യു ആണ്. ഓക്കെ, സോ വി ഗെറ്റ് ഡി എഫ് ഈക്വൽ ടു ഡി ഡബ്ല്യു എന്നുള്ളത് ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ് ആണ്. സോ ഡി എഫ് ഈക്വൽ ടു ഡി യു മൈനസ് ടി എസ് ആണ്. ടി എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. സോ ഡി യു എഴുതി, ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഇൻറ്റു ഡി ടി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിൻറ്റ്. നമ്മൾക്ക് എഴുതേണ്ടത് ഇക്വേഷൻ 27ൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. സോ ഡി എഫ് ഈക്വൽ ടു ഡി ഡബ്ല്യു നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണം. സോ ഡി ഡബ്ല്യു എന്നുള്ളത് ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ് ആണ്. സോ അവിടെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതേണ്ടത്. സോ ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ് എന്ന് പറയുമ്പോൾ ഡി യു മൈനസ് ടി എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ആ രീതിയിൽ എഴുതുമ്പോഴാണ് നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നത്? ഡി എഫ് ഈക്വൽ ടു ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ടി ടി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിൻറ്റ്. നെക്സ്റ്റ്, substituting for du from equation 24, the above equation becomes, ഓക്കെ, അതായത് ഇവിടെ ഡി യുവിന് പകരം നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇക്വേഷൻ 24 ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, നമുക്കത് തുടരെ ആവശ്യമാണ്. സോ ഇക്വേഷൻ 24 എടുത്ത് നോക്കിയാൽ അറിയാം, ഇക്വേഷൻ 24 പറയുന്നത് ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി ആണ്. സോ ഇവിടെ നമുക്ക് ഡി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡി എഫ് എന്നുള്ളത് ടി ഡി എസ് മൈനസ് പി ഡി വി. നമ്മൾ ഡി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടി ഡി എസ് മൈനസ് പി ഡി വി എന്ന് എഴുതാം, മൈനസ് ബാക്കിയുള്ള ടേംസ് അതുപോലെ എഴുതാം, ടി ഡി എസ് മൈനസ് എസ് ടി ടി. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്തില്ല. ഇവിടെ നമ്മൾ ചെയ്തത് ഡി യുവിന് പകരം ടി ഡി എസ് മൈനസ് പി ഡി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ടി ഡി എസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് ഡി എഫ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ടി ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ 28. So we have seen up to the equation 28. So next we have to do the partial differentials of the equation 28 with respect to the variables temperature and volume. So Maxwell's first equation കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ partial differentials എടുക്കണം. So we are going to take with respect to temperature. So df by dt at constant volume. സോ ഇക്വേഷൻ 28 നോക്കിയാൽ അറിയാം, വോളിയം കോൺസ്റ്റൻ്റ് ആക്കിയാൽ ഡി വി 0 ആവും. സോ ഫസ്റ്റ് ടേം 0 ആയി. സോ നമ്മൾക്ക് ഡി എഫ് എന്നുള്ളത് മൈനസ് എസ് ടി ടി ആണ്. നമുക്ക് വേണ്ടത് ഡി എഫ് ബൈ ഡി ടി ആണ്. സോ വി ഗെറ്റ് ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എസ്. ആൻഡ് ഇനി വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വോളിയം, വോളിയം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ വി ഗെറ്റ് വോളിയം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ ഇക്വേഷൻ 28 നോക്കിയാൽ അറിയാം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ സെക്കൻഡ് ടേം ഡി ടി ഉള്ള ടേം 0 ആയി പോകും. സോ നമ്മൾക്ക് ഡി എഫ് എന്നുള്ളത് മൈനസ് പി ഡി വി എന്ന് കിട്ടും. അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഡോ എഫ് ബൈ ഡോ വി. സോ ഈ ഡി വി എന്നുള്ളത് എൽ എച്ച് എസിൽ പോകുമ്പോൾ ഡി എഫ് ബൈ ഡി വി എന്നുള്ളത് മൈനസ് പി ആണ്. ഓക്കെ, സോ വി ഗെറ്റ് ഡോ എഫ് ബൈ ഡോ വി at constant temperature equal to minus p. That is equation 29. Since df is a perfect differential, we have perfect differential ആവാനുള്ള condition ആണ് ഡോ ബൈ ഡോ വി ഓഫ് ഡോ എഫ് ബൈ ഡോ ടി at constant v equal to ഡോ ബൈ ഡോ ടി ഓഫ് ഡോ എഫ് ബൈ ഡോ വി at constant t. Substituting for the bracketed terms from the equation 29 we get, അതായത് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ടേമിന് പകരം നമുക്ക് 29ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ,
എങ്ങനെയാണ്? സോ ഡോ ബൈ ഡോ വി നമ്മൾ എഴുതി, ഡോ എഫ് ബൈ ഡോ ടിക്ക് പകരം മൈനസ് എസ്. ഓക്കെ, ഹിയർ ദർ ഈസ് എ മൈനസ് സൈൻ, ദറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി അതുപോലെ എഴുതി, ഡോ എഫ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് പകരം നമ്മൾ എന്ത് എഴുതി? മൈനസ് പി എഴുതി. സോ ഹിയർ ദർ ഈസ് എ മൈനസ് ആൻഡ് വി റൈറ്റ് അറ്റ് പി. സോ രണ്ട് സൈഡിൽ മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് സൈൻ പോയി. സോ വി ഗെറ്റ് ഡോ എസ് ബൈ ഡോ വി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി. So this is the Maxwell's second equation. So I hope you understand. So നമ്മൾ രണ്ട് ഇക്വേഷൻ വരെയാണ് ഇപ്പോൾ കണ്ടത്. So next we are going to the Maxwell's third equation. So next we are going to the Maxwell's third equation. So we are introducing the third thermodynamic function, which is enthalpy or heat content. So enthalpy is represented by a letter H. H equal to U plus PV. So enthalpy അഥവാ heat content ആണ് നമ്മുടെ third thermodynamic function. അത് represent ചെയ്യുന്നത് U plus PV എന്നാണ്. That is the equation 31. We are differentiating the equation 31. We get dH equal to du plus PV differentiate ചെയ്യുമ്പോൾ first function into differential of second plus second function into differential of first. So we get dH equal to du plus pdv plus vdp. Then substituting for du from equation 24. Equation 24ൽ നിന്ന് duന് പകരം tds minus pdv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get dH equal to tds minus pdv. Then we can write pdv plus vdp. ഇവിടെ മൈനസ് പി ഡി വിയും പ്ലസ് പി ഡി വിയും ക്യാൻസൽ ചെയ്ത് വി ഗെറ്റ് ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി. ദാറ്റ് ഈസ് ഇക്വേഷൻ 31. ഓക്കെ, ടേക്കിംഗ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു എസ് ആൻഡ് പി വി ഗെറ്റ്. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽസ്. സോ ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്. സോ ഇക്വേഷൻ 31A നോക്കിയാൽ അറിയാം, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ വി ഗെറ്റ് ഡി എസ് 0 ആവും. സോ ഡി എച്ച് ബിക്കംസ് വി ഡി പി. സോ ഡോ എച്ച് ബൈ ഡോ പി ബിക്കം വി. ആൻഡ് നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് ദ ഡിഫറൻഷ്യൽ ഡോ എച്ച് ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സോ ഇക്വേഷൻ 31A നോക്കിയാൽ അറിയാം, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ഡി പി 0 ആവും. സോ വി ഗെറ്റ് ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡോ എച്ച് ബൈ ഡോ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡോ എച്ച് ബൈ ഡോ എസ് എന്നുള്ളത് ടി ആയിട്ട് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് എൽ എച്ച് എസിൽ കൊണ്ടുവരുമ്പോൾ ഡി എച്ച് ബൈ ഡി എസ് ടി ആയിട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ 32. ഓക്കെ, next we are writing the condition for perfect differential. That is dou by dou s of dou h by dou p at constant entropy equal to dou by dou p of dou h by dou s at constant pressure. Next we are substituting the bracketed terms we get. അതായത് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ടേമിന് പകരം ഇക്വേഷൻ 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡോ ബൈ ഡോ എസ് നമ്മൾ അതുപോലെ എഴുതി, ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്സിന് പകരം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് ഡോ വി ബൈ ഡോ എസ് ഈക്വൽ ടു ഡോ ബൈ ഡോ പി നമ്മൾ അതുപോലെ എഴുതി, ഡോ എച്ച് ബൈ ഡോ എസ്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ഡോ ബൈ ഡോ പി ഓഫ് temperature. So this is a Maxwell's third thermodynamic equation. Now we are going to the Maxwell's fourth thermodynamic equation. For that we are going to write the fourth function, which is the Gibbs free energy. That is G equal to H minus Ts. It is equation 33. And we are going to differentiate G. We get dG equal to dH minus
ts ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. സോ വി ഗെറ്റ് dg equal to dh minus tds minus s dt. Then substituting the value of dh from equation 31a we get. അതായത് ഇവിടെ dh പകരം ഇക്വേഷൻ 31a എടുത്താൽ അറിയാം. ഇക്വേഷൻ 31aയിൽ dh എന്നുള്ളത് tds പ്ലസ് vdp ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ dh പകരം നമ്മൾ tds പ്ലസ് vdp എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള ടേംസ് അതുപോലെ എഴുതി. ദെൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. vdp ഈസ് ഇൻടാക്റ്റ്, tds മൈനസ് tds ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗെറ്റ് dg ഈക്വൽ ടു vdp minus sdt. Next, we are going to take the partial differentials of g with respect to p and temperature. So, ഇവിടെ dg എന്നുള്ളത് vdp minus sdt ആണ്. നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യൽസ് കാണാൻ പോവുകയാണ്. ആദ്യം കണ്ടുപിടിക്കുന്നത് പ്രഷർ യൂസ് ചെയ്ത്. So, dou g by dou p at constant temperature. So, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ സെക്കൻഡ് ടേം 0 ആയി പോകും. ദാറ്റ് ഈസ് എസ് ടി ടി ബിക്കം 0. സോ വി ഗെറ്റ് ഡി ജി ഈക്വൽ ടു വി ഡി പി. നമ്മൾക്ക് വേണ്ടത് ഡി ജി ബൈ ഡി പി ആണ്. സോ ഡി ജി ബൈ ഡി പി എന്ന് പറയുന്നത് വി ആയിട്ട് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു വി. ആൻഡ് നെക്സ്റ്റ് എടുക്കേണ്ടത് പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സോ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുമ്പോൾ നമുക്കറിയാം ഡി പി ബിക്കം 0. സോ ഫസ്റ്റ് ടേം 0 ആവും. അപ്പോൾ ഡി ജി എന്നുള്ളത് മൈനസ് എസ് ഡി ടി ആണ്. നമ്മൾക്ക് വേണ്ടത് ഡി ജി ബൈ ഡി ടി. സോ ഡി ജി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡി ടി എൽ എച്ച് എസിൽ കൊണ്ടുപോകുമ്പോൾ വി ഗെറ്റ് മൈനസ് എസ്. സോ ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് എസ്. ദാറ്റ് ഈസ് ഇക്വേഷൻ 34. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 4 മാക്സ്വെൽസ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് ദ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ കണ്ടീഷൻ. ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു ഡോ ബൈ ഡോ പി ഓഫ് ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. Next, we are going to substitute for the bracketed terms. So, ഡോ ബൈ ഡോ ടി അതുപോലെ എഴുതി ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് പകരം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു ഡോ ബൈ ഡോ പി അതുപോലെ തന്നെ എഴുതി ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് പകരം മൈനസ് എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ദിസ് ഈസ് ദ മാക്സ്വെൽസ് fourth thermodynamic equation. So നമ്മളിവിടെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് കണ്ടു. ഇൻറ്റേർണൽ എനർജി, ഹെലംഹോൾട്സ് ഫ്രീ എനർജി, എൻതാൽപ്പി ഓർ ഹീറ്റ് കണ്ടൻറ്റ് ആൻഡ് ദ ഗിബ്സ് ഫ്രീ എനർജി. ഈ 4 തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്ത് നമ്മൾ തെർമോഡൈനാമിക് ഇക്വേഷൻസ് എഴുതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പി വി ആൻഡ് ടി എസ് ആയിരിക്കും. അത് ഏത് ഇക്വേഷൻസ് എടുത്താലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് പി വി ആൻഡ് ടി എസ്. ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ ഓൾസോ വി ഗെറ്റ് പി വി ആൻഡ് ടി എസ്. സോ അത് നിങ്ങൾക്ക് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് എൻജിൻ കഴിഞ്ഞാൽ എസ് എ ആയിട്ട് ചോദിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷനാണ്. സോ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ തന്നെയാണ്. I hope you all understand this essay and thank you for listening.